അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിവിനുറവയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിശുദ്ധ റമദാൻ 22 ഹിജ്റ 1152 ഒരു റമദാൻ 22 രാത്രി അത്താഴം കഴിച്ച് വീട്ടിലിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഒരു ശബ്ദ കോലാഹലമുണ്ടായപ്പോൾ അവർ കേട്ട് പുറത്തിറങ്ങുകയും എവിടുന്നാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി നോക്കുമ്പോൾ തങ്ങളുടെ നാട്ടിലെ മസ്ജിദ് തകർക്കാൻ വേണ്ടി കടന്നു വന്ന ചില ദുശക്തികളായിരുന്നു എന്നവർക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ പോക്കർ എന്നു പേരുള്ള ഒരു വ്യക്തി നേരെ മസ്ജിദിലേക്ക് കയറുകയും അപ്പോഴേക്കും മസ്ജിദിനകത്ത് ശത്രുക്കൾ കൂട്ടമായി കയറി മസ്ജിദ് താഴിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മഹാനവറികൾ പുറത്തു നിന്ന് മസ്ജിദിലേക്ക് വെള്ളം പോകുന്ന വലിയ ഓവിലൂടെ അകത്തേക്ക് കയറി ഉറക്കെ വാങ്ക് വിളിക്കുകയും അത് കേട്ട് ബാക്കിയുള്ള ആളുകളെല്ലാം ഓടിക്കൂടുകയും ചെയ്ത് ആ മസ്ജിദ് തുറന്ന് എല്ലാവരും അതിലേക്ക് കയറിയപ്പോൾ ശത്രുക്കൾ മസ്ജിദ് തകർക്കാൻ വന്നതായിരുന്നു എന്നും അങ്ങനെ അവരുമായി ഏറ്റുമുട്ടി അവിടെ 12 രക്തസാക്ഷികൾ ഉണ്ടാവുകയും ചെയ്തു. അവരാണ് പുല്ലാര ശുഹദാക്കൾ. പുല്ലാര ശുഹദാന്റെ ആണ്ടിന്റെ ദിവസം കൂടിയാണ് ഇന്ന് റമദാൻ 22. ചരിത്രങ്ങളും കറാമത്തുകളും ഏറെയുള്ള മഹൽ വ്യക്തിത്വങ്ങളാണ് അവർ. വിശുദ്ധ ദീനിനു വേണ്ടി, മസ്ജിദിന് വേണ്ടി, മസ്ജിദിന്റെ കാവലിന് വേണ്ടി ജീവൽ ത്യാഗം ചെയ്ത് അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് പറന്നുപോയവരാണ് പുല്ലാര ശുഹദാ. ധാരാളം മഹത്തുക്കളെ നമ്മൾ ചരിത്രത്തിൽ അയവിറക്കുന്നുണ്ട്. മഹാന്മാരായ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും അവർ ഈ വിശുദ്ധമായ റമദാനിലാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ഉന്നമനത്തിനു വേണ്ടി പടപുരുതി ധർമ്മസമരം ചെയ്ത് അള്ളാഹുവിലേക്ക് പോയതെങ്കിൽ അതേ മാസത്തിലാണ് പുല്ലാര ശുഹദാവും ഈ ഒരു കർമ്മത്തിനു വേണ്ടി മുതിർന്നിട്ടുള്ളത്. നമുക്കറിയാം, നാട്ടിലെ സൗഹൃദവും സമാധാനവും ഒക്കെ തകർക്കുന്ന എല്ലാ വിഭാഗം ആളുകളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ മുസ്ലിമീങ്ങൾക്ക് അവരുടെ ആരാധനാലയം സംരക്ഷിക്കപ്പെടുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മഹത്തുക്കളായ ആളുകൾ അന്ന് ആ ഒരു ധർമ്മസമരത്തിൽ പങ്കെടുത്തത്. അതിൽ പോക്കർ ഷഹീദ് എന്ന് പറയുന്ന മഹാനെ പ്രത്യേകമായി അവർ വെട്ടിഞ്ഞൊറുക്കി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു കിണറിലേക്ക് കൊണ്ടുപോയി തള്ളുകയും ബാക്കിയുള്ള ആളുകളൊക്കെ മറമാടിയതിനു ശേഷം പിന്നീട് മഹാനവറുകളുടെ ജനാസ കാണാതിരിക്കുകയും അവസാനം അവിടുത്തെ കാളിയാരുടെ സ്വപ്നദർശനത്തിലൂടെ ഇന്ന സ്ഥലത്തുണ്ടെന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ കഷ്ണിച്ച് ചരിത്രക്കാർ പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ വെള്ളത്തിന് രക്തപങ്കിലമായിരുന്നു, രക്തനിറമായിരുന്നു എന്നാണ്. അങ്ങനെ അവിടുന്ന് മറ്റൊരു സ്ഥലത്ത് മാത്രമായി അവരെ മറമാടുകയും ചെയ്ത് ഇന്ന് പോക്കർ ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ മാത്രം നമുക്കൊരിടത്ത് കാണാം. ബാക്കിയുള്ളവരെല്ലാം ഒരു കെട്ടിനുള്ളിൽ പുല്ലാര മസ്ജിദിനോട് ചേർന്ന് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം ആ മഹാത്മാക്കളായ ശുഹദാഇന്റെ വലിയ കീർത്തിയും മഹത്വവും എല്ലാവരും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പുല്ലാര നേർച്ചയോടനുബന്ധിച്ച് ഒരു കാലഘട്ടത്തിൽ ഉത്സവഛായയുള്ള ആഘോഷമായി മാറിയിരുന്നു. ചണ്ടയും മുട്ടും വാദ്യോപകരണങ്ങളും ഗജവീരന്മാരുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് പണ്ഡിതന്മാരുടെ ധീരമായ ഇടപെടലിനു ശേഷം വർഷങ്ങളായി ഇപ്പോൾ അൽഹംദുലില്ലാഹ് റമദാൻ 22 അസ്ർ നിസ്കാരാനന്തരം മഖബറ സിയാറത്ത് കഴിഞ്ഞ് വരുന്ന എല്ലാവർക്കും അന്നദാനം നടത്തുന്നു. അത് കഴിഞ്ഞ് മഗ്രിബും തറാവീഹും എല്ലാം കഴിഞ്ഞതിന് ശേഷം മഹാന്മാരായ പുല്ലാര ശുഹദാഇന്റെ പേരിലുള്ള മൗലിദുകളോതി അനുസ്മരണങ്ങൾ നടത്തി ദുആ ചെയ്ത് അതോടൊപ്പം തന്നെ മൂച്ചിക്കൽ, ചെമ്പ്രമ്മൽ, വെള്ളുവമ്പ്രം അങ്ങനെ തുടങ്ങിയ പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാം പെട്ടിവരവ് എന്ന പേരിൽ, അഥവാ പഴയ കാലത്തുണ്ടായിരുന്ന പെട്ടിവരവിൽ നിന്ന് മാറ്റമായി ഇപ്പോൾ കൊട്ടകളിൽ നേർച്ചപ്പത്തിരിയും അതുപോലെ അപ്പങ്ങളുമെല്ലാം കൊണ്ടുവന്ന് അത് അവിടുന്ന് എല്ലാം കൂടി ഈ ദുആയ്ക്ക് ശേഷം മഖ്ബറയിൽ വെച്ച് വിതരണം ചെയ്ത് ചീരണിയായി കൊണ്ടുപോയി അങ്ങനെ ആ മഹാന്മാരെ അനുസ്മരിക്കുന്ന അവരുടെ മഹത്വം ജീവിതത്തിൽ വലിയ ബറക്കത്തായി കാണുന്ന ആളുകളാണ് പുല്ലാരയിലും പരിസരങ്ങളിലുമെല്ലാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് ആ മഹാന്മാരുടെ നേർച്ച ഇന്നും നടക്കുന്നു, എല്ലാ വർഷവും നടക്കുന്നു. അള്ളാഹു അവരുടെ പൊരുത്തം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ കാണിച്ചു തന്ന, വഴിതെളിയിച്ചു തന്ന ദീനിന്റെ മേഖലയിലേക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. പുല്ലാര ശുഹദാഇന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.